ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ഞാനിവിടെ ഒരു സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അതിന് ആദ്യമായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കോരിയെടുക്കാം. ഇനി അടുത്തതായി കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് കളർ മാറിയാൽ മതി. ഇത് റെഡിയായി വന്നിട്ടുണ്ട്, ഇത് കോരിയെടുക്കാം. ഇനി നെയ്യിലേക്ക് 250 ml ഒരു കപ്പ് സേമിയമാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി പാല് തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ച് വരണം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. തുടർച്ചയായി ഇത് ഇളക്കി കൊടുത്തിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സേമിയ വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വരി അരമണിക്കൂർ കുതിർത്തതിന് ശേഷം 3/4 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. സേമിയ ഒരു 3/4 ഭാഗം വെന്ത് വരുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ച കാഷ്യൂ കിസ്മിസ് ചേർത്ത് കൊടുക്കണം. അവസാനമായി 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ പായസം ആവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം പായസത്തിന്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് സർവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ ചൂടുപാലോ ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.